അതിൽ കഴിഞ്ഞ 2-3 ദിവസമായി അതിൽ കൊൽക്കത്തയിലാണുള്ളത്. ഇന്നിപ്പോൾ രാജ്യമാകെ പ്രതിഷേധത്തിലാണ്. മെഡിക്കൽ വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടിയുള്ള രാജ്യത്താകെയുള്ള പ്രതിഷേധം. ഇന്നിപ്പോൾ പുതിയ ചില പ്രതികരണങ്ങൾ കൂടി, പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി അതിൽ ലഭിച്ചിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കുടുംബത്തെ അറിയിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് മരണവിവരം വിളിച്ചറിയിക്കുമ്പോൾ ഇതൊരു ആത്മഹത്യയായിരുന്നു എന്നതാണ് മാതാപിതാക്കളെ അറിയിച്ചിരുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല നടത്തിയത്. പോലീസ് ഉടനടി കേസെടുക്കാൻ തയ്യാറായില്ല. പോലീസിന്റെ കാൽക്കൽ വീണ ശേഷമാണ് ഇക്കാര്യത്തിലൊരു നടപടിയിലേക്ക് കൽക്കട്ട പോലീസ് പോയതെന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരാൾക്കൂട്ടം, വനിതകളുടെ വലിയൊരു സംഘം RJ കാർ മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് സമരവുമായി എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വനിതകളാണ്, വിദ്യാർത്ഥികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, മറ്റ് തൊഴിൽ ചെയ്യുന്നവരുണ്ട്. വനിതകളാകെ ഈ RJ കാർ മെഡിക്കൽ കോളേജിന്റെ സമീപത്തേക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് എത്തുന്നതിന്റെ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. നമ്മോടൊപ്പം ഒരു വനിതാ പ്രവർത്തകർ. मी स्वर्णाली फ्रॉम कोलकाता. एक्चुअली वी आर डिमांडिंग, हम लोग का डिमांड सिर्फ एक ही है कि जो लोग ये कांड किए हैं उन लोगों का शास्ति मिले, और एक जन किए नहीं है, इसके साथ बहुत जन जुड़े हुए हैं. एक्चुअली ये एक बहुत बड़ा रैकेट चल रहा है, तो उसी का दावे लेकर हम सामने आए हैं, क्योंकि ये जो सामने आप लोग देख रहे हो न्यूज में जो दिखाया जा रहा है वो सच नहीं है. इसके पीछे बहुत बड़ा सच छुपा है. तो उसी को सामने लाने के लिए यही हमारा सिर्फ दावी है कि जो लोग ये कांड घटाए हैं, ये ब्रूटली रेप एंड मर्डर किए हैं, वो लोग सामने आए. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയൊരു സമരം നടത്തുകയാണ് വനിതകൾ എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ പിന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. വലിയ കൂട്ടം വിദ്യാർത്ഥിനികൾ, വീട്ടമ്മമാർ, വയോധികമാരടക്കമുള്ളവർ RJ കാർ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വലിയൊരു സമരം, ആയിരക്കണക്കിന് വനിതകൾ ഉൾപ്പെടുന്ന ഒരു സമരം ഇവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതുപോലെ രാജ്യത്താകെ സമരം നടക്കുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി കിട്ടിയില്ല എന്നത് വ്യക്തവുമാണ്. ആദ്യം പിടികൂടിയ സിവിൽ പോലീസ് വാളണ്ടിയർ സഞ്ജയ് റോയ് എന്ന ഒറ്റൊരു പ്രതിയിൽ നിൽക്കുകയാണ് CBI സംഘവും. ഇന്ന് രണ്ടാം തവണയും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തെങ്കിലും പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പോഴും കൃത്യമായൊരു ദിശയിലേക്ക് CBI അന്വേഷണവും എത്തിയിട്ടില്ല. സഹപാഠികൾ പറയുന്നുണ്ട്, ഒപ്പം മാതാപിതാക്കൾ പറയുന്നു. ല്ല സാഹചര്യ തെളിവുകൾ കാണുമ്പോൾ, ഒപ്പം ആ ക്രൈം സീൻ കണ്ടവരെല്ലാം പറയുന്നുണ്ട്, ഒരിക്കലും ഒറ്റൊരാൾ ചെയ്ത കൃത്യമല്ല എന്നത് വ്യക്തമാണ്. ആ നിലയ്ക്ക് എന്താകും ഇനി അന്വേഷണം എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തോതിൽ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകർ തന്നെ കണ്ടിട്ടുണ്ടാകും. We want justice! 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 തുടക്കം മുതൽ തന്നെ വലിയ അട്ടിമറികളുണ്ടായി. പ്രധാനമായും ഈ ക്രൈം സീൻ സീൽ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ക്രൈം സീനിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നിർമ്മാണ തൊഴിലാളികളെ നിർബാധം കടക്കാൻ അനുവദിച്ചു. തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി. എന്നിങ്ങനെയുള്ള വലിയ അട്ടിമറികൾക്ക് സാധ്യതയും വഴിയും പോലീസ് തന്നെ തുറന്നിട്ടു എന്ന ആക്ഷേപമുണ്ട്. അതിനിടെയാണ് റിപ്പോർട്ടർ ടിവിയോട് മാതാപിതാക്കൾ തന്നെ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ പ്രക്ഷോഭം, സർക്കാരിന് കണ്ണടച്ചിരിക്കാനാകില്ല, അന്വേഷണ ഏജൻസികൾക്ക് ഒന്നും ചെയ്യാതിരിക്കാനാകില്ല എന്നതിന്റെ കൃത്യമായ തെളിവും മുന്നറിയിപ്പുമാണ് ഈ കാണുന്ന മുദ്രാവാക്യങ്ങൾ. ഏതായാലും RJ മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അതിശക്തമായ പ്രതിഷേധം RJ മെഡിക്കൽ കോളേജിന് മുന്നിൽ മാത്രമല്ല, രാജ്യത്താകെ ആ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിൽ തുടരേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും നമുക്ക് ഈ ചർച്ചയിലുടനീളം വേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.